വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. GST ബോർഡിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അഡ്വൈസറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വൈസറി ഓൺ റീസെറ്റ് ആൻഡ് റീഫയലിംഗ് ഓഫ് GSTR 3B ഓഫ് സം ടാക്സ് പേയേഴ്സ്. നമുക്കറിയാം GSTR 3B നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യാനോ രണ്ടാമത് ഫയൽ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ഇവിടെ റീസെറ്റ് ഓപ്ഷൻ എന്ന് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഫയൽ ചെയ്യുന്ന GSTR 3B എല്ലാം തന്നെ റീസെറ്റ് ചെയ്ത് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ പലരും ഡൗട്ട് ചോദിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. 3B ഫയൽ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാമതൊന്നും കൂടി റീസെറ്റ് ചെയ്ത് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വന്നിട്ടുള്ള റീസെറ്റ് ഓപ്ഷൻ അങ്ങനെയൊരു റീസെറ്റ് ഓപ്ഷൻ അല്ല. ഈ അഡ്വൈസറിയിൽ പറയുന്നത് GST ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന ടാക്സ് പേയേഴ്സിലെ ഏത് മാസമാണോ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ആ മാസത്തെ മാത്രം നിങ്ങളുടെ GSTR 3B ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ റീസെറ്റ് ചെയ്ത് വയ്ക്കും. അതായത് റിട്ടേൺ ഫയൽ ചെയ്യാത്ത പോലെ തന്നെ എല്ലാ ഡാറ്റയും റീസെറ്റ് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് കയറി രണ്ടാമത് അത് ഫയൽ ചെയ്യാവുന്നതാണ്. ഏത് മാസത്തെയാണ് റീസെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് പോർട്ടലിൽ കയറിയിട്ട് 3B രണ്ടാമത് ഫയൽ ചെയ്യാവുന്നതാണ്. ഈ അഡ്വൈസറിയിൽ പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മേജർ ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാസത്തെ റിട്ടേൺ എടുത്തിട്ട് റീസെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തെറ്റ് സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ GSTR 3B റീസെറ്റ് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നത്. ബിക്കോസ് ഇവിടെ പറയുന്ന റീസൺസ് നമുക്കത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. ഈ അഡ്വൈസറിയിൽ പറഞ്ഞിട്ടുള്ള റീസൺസ് നമുക്കൊന്ന് നോക്കാം. This has reference to the facility for refiling of GSTR 3B for some taxpayers. It was noticed that there were discrepancies in the returns of some taxpayers during the filing process between the saved data in the GST system and actually filed data in the fields of ITC availment and payment of tax liabilities. ഈ റീസണാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടത്. സേവ്ഡ് ഡാറ്റയും അതുപോലെ തന്നെ ആക്ച്വലി ഫയൽഡ് ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. നമുക്കറിയാം GSTR 1 നിന്നാണ് നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ITCയിൽ വരുന്നത് GSTR 2B നിന്നാണ്. ഈ 2Bയിൽ വരുന്നതും നമ്മൾ ITC എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മേജറായിട്ട് വരുന്നത് നിങ്ങൾ എന്തെങ്കിലും റിവേഴ്സിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ മുൻപ് എടുക്കാതെ വിട്ടുപോയിട്ടുള്ള ITC നമുക്ക് ക്ലെയിം ചെയ്യാം, റീക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഇതെല്ലാം മുമ്പുള്ള വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടാണ് അതിൽ ഡിഫറൻസ് വരാറുള്ളത്. ബട്ട് ഇങ്ങനെയുള്ള 2Bയും ITC അവൈൽ ചെയ്യുന്നതുമായിട്ടുള്ള ഡിഫറൻസുകളെല്ലാം തന്നെ മറ്റ് DRC നോട്ടീസുകളൊക്കെ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു മെയിൽ വന്ന് നമുക്കത് റീസെറ്റ് ചെയ്ത് 3B ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സംശയം ഉണ്ടാകുന്നതും. നെക്സ്റ്റ് പറയുന്നത് ദ മാറ്റർ വാസ് എക്സാമിൻഡ് ആൻഡ് ഡെലിബറേറ്റഡ് ബൈ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി ഓഫ് ദ GST കൗൺസിൽ ആൻഡ് ആസ് എ ഫെസിലിറ്റേഷൻ മെഷർ the committee decided that these returns shall be reset in order to give opportunity to such taxpayers to correct the discrepancy. കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. Accordingly, only the affected taxpayers have been communicated on their registered email IDs and the affected returns are visible on their respective dashboards for the purpose of refiling with the correct data. ഇൻ കേസ് നിങ്ങൾക്കത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡ്സിലും റീഫയൽ ചെയ്യാനുള്ള റിട്ടേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതാണ്. നമ്മുടെ ക്ലയൻസിൽ ആർക്കും ഇങ്ങനെ ഒരു നോട്ടീസും വന്നിട്ടില്ല, അവരുടെ ഡാഷ്ബോർഡ്സിൽ ഇങ്ങനെ ഒരു വിസിബിലിറ്റിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഫയലിംഗ് എങ്ങനെയാണെന്ന് നമുക്കിവിടെ പ്രാക്ടിക്കലി കാണിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ റീഫയൽ ചെയ്യാനാണ് പറയുന്നത്. ഫയൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീവിയൻസ് പോർട്ടലിൽ ടിക്കറ്റ് റേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷണൽ ടാക്സ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സംഭവം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മെയിലിൻ്റെ ഒരു ഫോമാറ്റ് കാണിക്കാം. ഇങ്ങനൊരു മെയിലായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. ഏത് മാസത്തെ റിട്ടേണിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്, അത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഫയലും ചെയ്യാവുന്നതാണ്. 15 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മെയിൽ വരുന്നത്. ഇനി ഫയൽ ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ടുകൾ ഗ്രീവിയൻസ് പോർട്ടലിൽ ടിക്കറ്റ് റേസ് ചെയ്ത്
ഷെയർ ചെയ്യാനും പറയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ അഡ്വൈസറി വായിച്ചിട്ട് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻ പറയാം. ഇത് പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. സാധാരണയായിട്ട് ITCയിൽ മിസ്മാച്ച് വരുന്ന സമയത്തൊന്നും നമുക്കിതുപോലെ ഇമെയിൽ ID നോട്ടീസൊന്നും വന്നിട്ട് പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യേണ്ട ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഓട്ടോ പോപ്പുലേഷനും ITC മിസ്മാച്ച് വരുമ്പോഴൊക്കെ DRC ഫോമുകൾ ത്രൂ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ വരാറുള്ളത്. ഇങ്ങനെ റീസെറ്റ് ചെയ്ത് ഫയൽ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ടാക്സ് പീരീഡിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമെന്ന് തോന്നുന്നില്ല. ഇനി മുൻപത്തെ ടാക്സ് പീരീഡിൽ GST ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ബഗ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സേവ് ചെയ്ത ഡാറ്റയും ഫയൽ ചെയ്ത ഡാറ്റയും ITC എടുത്തതിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രീവിയസ് ESL കേസസ് ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കിതുവരെ നമ്മുടെ ഒരു ക്ലയൻറ്റിനെ അങ്ങനെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ റീസൺ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും സ്പെസിഫിക് കേസസ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ അഡ്വൈസറി ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് അഡ്വൈസറിയിൽ ഓട്ടോ പോപ്പുലേറ്റ് ദി HSN വൈസ് സമ്മറി ഫ്രം ഇൻവോയ്സ് ഇൻ ടു ടേബിൾ 12 ഓഫ് GSTR1. ഈ അപ്ഡേറ്റ് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ്. GSTR1 ടേബിൾ 12 HSN സമ്മറി നമ്മളുടെ ഇൻവോയ്സിൻ്റെ പോർട്ടലിൽ നിന്ന് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തു വരികയാണ്. നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവോയ്സിൻ്റെ പോർട്ടലിൽ നിന്ന് ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് ഫയൽ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് ആദ്യം നമ്മൾ എൻ്റർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ്റർ ചെയ്ത ഡാറ്റ കംപ്ലീറ്റ് പോകുന്നതാണ്. അതിനുശേഷം ഇൻവോയ്സ് ഡാറ്റയാണ് വരാം. സോ അതുകൊണ്ട് ആദ്യം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡാറ്റ മാറ്റൊന്ന് കമ്പയർ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു ഇഷ്യൂ ഇതിൽ വരുന്നത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു ടെക്നിക്കൽ എറർ പലരും റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. ടെക്നിക്കൽ എറേഴ്സൊക്കെ സോൾവ് ആയിട്ട് നമുക്ക് അടുത്ത മാസങ്ങളിലൊക്കെ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ നമ്മുടെ ചാനലിൻ്റെ ITR-U കോഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലങ്ങളിലെ റിട്ടേൺസ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും ഫയൽ ചെയ്യാൻ സാധിക്കാത്ത കേസുകളിൽ കഴിഞ്ഞ കൊല്ലങ്ങളിലെ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനാണ് ITR-U. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു കോഴ്സാണ്. സോ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ TDS കോഴ്സിൻ്റെ എൻക്വയറീസ് വരുന്നുണ്ട്. കോഴ്സ് റെക്കോർഡിങ്ങിലാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.